മോളെ മതി കഴിച്ചത്. ആൾക്കാർ കാണും. ആൾക്കാർ വേണമെന്ന് വെച്ചാൽ ഞാൻ അവർക്ക് കൊടുക്കാനൊന്നും പോകുന്നില്ല. പെണ്ണിന്റെ കാര്യം. മമ്മി തേന്റെ ചെറുക്കൻ മോളെ റോഹൻ നമസ്കാരം. ഹലോ, വെൽക്കം. വന്നിട്ട് ഒത്തിരി നേരമായോ? ഇല്ല, ഒരു 1.5-2 മണിക്കൂർ. ഭയങ്കര ട്രാഫിക്. മെസ്സേജ് ഞാൻ പറഞ്ഞില്ലേ, മെസ്സേജ് വന്നിട്ട് വരട്ടെ. അതെ അമ്മച്ചി, ഇച്ചായൻ ഇന്നലെ ഒരു അത്യാവശ്യ ബിസിനസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇന്നിവിടെ ഒരു മനസ്മത നടക്കുകയല്ലയോ? ഇന്നെങ്കിലും നേരത്തെ വന്നൂടെ? റോയി ഓഫീസിൽ പോയിട്ട് എത്ര ദിവസമായെന്നറിയോ? ഓ, അതൊക്കെ വലിയ ബുദ്ധിമുട്ടാ വെച്ചി. ബിസിനസ് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ കഞ്ഞൂടി മുട്ടിപ്പോവും. പിന്നെ ഇട്ടുമൂടാളത്ര ശ്രീധനം കിട്ടിയിട്ടുള്ള ആൾക്കാർക്ക് എന്താവാലോ. നമ്മുടെ കാര്യം അങ്ങനെ അല്ലല്ലോ. ആ മോള് വാ. വാ 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 ചേട്ടാ. ഓ, അവരെത്തി അമ്മച്ചി. ആ പെണ്ണെത്തിയിട്ടുണ്ട്. ഡോറ് തുറന്നിട്ടേ കൈ പിടിച്ച് കുട്ടി ഇറക്കിക്കോ. ഹായ്. ഹായ്. ആ ഡോർ അടച്ച്. അനി രണ്ടുപേരും ഇങ്ങോട്ട് നോക്കി. ആ ഇവിടെ റോഹൻ എന്ന ചുള്ളനായിട്ടുണ്ട്. താങ്ക് യു. വീണ്ടും സംസാരിക്കുന്നു. എനിക്ക് എന്നെ പിടിച്ചു തരുമോ? അതൊരു ക്യാമറയാ, തുമ്പിയൊന്നും അല്ല. പിടിച്ചതാ. മോളെ വാ പോവാ. ഒന്നുമില്ല, തുമ്പിയെ പിടിക്കണം. ഈ നിൽക്കുന്ന ലിൻഡായെ ഭാര്യയായി സ്വീകരിക്കുവാൻ സമ്മതമാണോ? സമ്മതമാണ്. ലിൻഡ, ഈ നിൽക്കുന്ന ജോസഫിനെ ഭർത്താവായി സ്വീകരിക്കുവാൻ. കല്യാണം കഴിക്കുന്നേ മോളെ അത് രോഹന്റെ പള്ളിയിലുള്ള പേരാ. അപ്പൊ എനിക്കെന്താ പള്ളിയിൽ വേറെ പേരില്ലാത്ത? പിന്നെ പറയാം. അച്ഛാ, കണ്ടിന്യൂ. ലിൻഡ, ഈ നിൽക്കുന്ന രോഹനെ അല്ല ജോസഫിനെ ഭർത്താവായി സ്വീകരിക്കുവാൻ സമ്മതമാണോ? സമ്മതമാണ്. ഒരുപാട് സമ്മതമാണ്. മോളെ വളരെ ലാളിച്ചു വളർത്തിയതുകൊണ്ടേ കുസൃതി കുറെ കൂടുതലാണ്. ചുമ്മാരി. ഓക്കെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ബെസ്റ്റ് വിഷ്. താങ്ക് യു. ലിൻഡ, ജോസഫിന് ഇണയായും തുണയായും കീഴ്പ്പെട്ട് ജീവിക്കണം കേട്ടോ. ഇണയാവനും തുണയാവനും ഓക്കെ, പക്ഷെ കീഴ്പ്പെട്ട് ജീവിക്കാൻ പറ്റില്ല. മോള് വലിയ കോമഡിയാ. ആ മോനെ റോഹ, ഇങ്ങോട്ട് വാ. ഹായ് ലിൻഡ. ഹായ് മമ്മി, ഇത് ചെഗു. ഇതാണ് ചെക്കൻ. നല്ല ഗ്ലാമർ അല്ലേ? ഇത് ചെഗു, പുന്നാര ഫ്രണ്ടാ. ബാ നമുക്ക് ഫോട്ടോ എടുക്കാം. രോഹൻ സ്മൈൽ. ഇനി വേറെ പോസ്. അജു, ഫാദർ വന്നില്ലേ? അതെ, അങ്ങോട്ട് ഡാഡി ദേ ഫോട്ടോ. അങ്ങോട്ട് പോയി. ആ നടക്കാം. ചെഗു പിന്നെ കാണണേ. പിന്നെ കണ്ട. അവിടെ അവര് വെയിറ്റ് ചെയ്യുവാ. ഇതെന്താ? ഒന്ന് അടങ്ങി നടക്ക കൊച്ചി. മമ്മി എനിക്ക് വിശക്കുന്നുണ്ടേ. അങ്ങ് കഴിക്കാവല്ലോ. ഇച്ചായ, ഒരു കാര്യം പറഞ്ഞ വഴക്ക് പറയരുത്. അമ്മച്ചി വീട്ടിൽ കയറിയിട്ട് പോവാന്ന് പറഞ്ഞു. നമുക്കെന്താ വീട് വരുന്നു പോയി. ഇനിയിപ്പൊ ഞാനായിട്ട് നിങ്ങളാരും വിഷമിപ്പിച്ചൊന്നും വേണ്ട. നിനക്ക് അത്ര നിർബന്ധമാണെങ്കിൽ നിന്റെ വീട്ടിലൊന്ന് കയറിയിട്ട് പോ. ഞാനെന്നാ അവരുടെ കൂടെ പോട്ടെ. ഇച്ചായൻ വരില്ലേ? വന്നേക്കണേ. അങ്ങനെയൊന്നുമില്ല. ചേട്ടായിക്ക് എന്ത് നല്ല സ്റ്റാമിനയാന്ന് അറിയോ? അരുണ് ഡാൻസ് കളിക്കാൻ അറിയത്തില്ല. ഡാൻസ് കളിക്കാൻ അറിയില്ലെന്നോ? ചേട്ടായി നല്ല ഡാൻസറാ. ഞങ്ങള് ബാംഗ്ലൂരിലെ പബ്ബിൽ എത്ര ഡാൻസ് കളിച്ചിട്ടുള്ളതാ. എത്ര കളിച്ചാലും ചേട്ടയ്ക്ക് ഒരു ക്ഷീണമില്ലെന്നേ. ബാംഗ്ലൂരിലെ പബ്ബോ? ഇതെപ്പോഴാ ചായ? ബാംഗ്ലൂരിൽ മാത്രല്ല, ഞങ്ങൾ ഊട്ടിയിലും മൈസൂരിലും ഒക്കെ പോയിട്ടുണ്ട്. അല്ലേ ഇച്ചായ? നടക്കിങ്ങോട്ട് നടക്ക്. പുന്നാര മോനെ. ഹായ്. അവിഹിതം വേണ്ട. ഇതെന്തായാലും വേണ്ട. ഇത് വേണ്ട കേട്ടോ. എനിക്ക് കുഴപ്പമില്ല, പോ. നമുക്ക് സംസാരിക്കാം. എനിക്ക് വേണ്ട കേട്ടോ. ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ, എനിക്ക് വയ്യ. പറഞ്ഞില്ല, സംസാരിക്കാം. ചേട്ടായി, മറ്റെന്തായിരുന്നെങ്കിലും സഹിച്ചേനെ. പക്ഷെ ഇത് ഇന്ന് രാവിലെ മുതൽ ഞാൻ ചേട്ടനോട് പറയുന്നുണ്ട് ഈ പെണ്ണിന് ലൂസാന്ന്. ഇപ്പൊ കണ്ടില്ലേ, ആൾക്കാരുടെ എല്ലാം മുന്നിൽ മൊത്തം നാണം കെട്ട്. ഇതെന്തൊരു കഷ്ടം. ഞാൻ എന്റെ ലൈഫ് കൊണ്ട് തൊലയ്ക്കുന്നേ. നീ പറയുന്നത് ശരിയാണ്.
പക്ഷെ നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഈ ബന്ധം വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ചെയ്യേണ്ട പൈസ നമ്മൾ എങ്ങനെ കൊടുക്കും? എന്റെ പൊന്നു ചേട്ടാ, എന്താ പറഞ്ഞ മനസ്സിലാവത്തെ? കെട്ട് കഴിഞ്ഞ് ഞാൻ ചേട്ടാന്ന് പറഞ്ഞ് വിളിക്കേണ്ട ആളുമായിട്ട് ഈ പെണ്ണിന്റെ അവിഹിതം. എന്റെ സ്ഥാനത്ത് ചേട്ടനത് എന്ത് ചെയ്തേനെ? കാശിന് വേണ്ടി എന്തോ ആവാന്നാണോ? എനിക്ക് വയ്യ കാശിന് വേണ്ടി എന്റെ ജീവൻ തുറയ്ക്കാൻ. മടുത്തു ഞാൻ. അലമാരിയുടെ ലാസ്റ്റ് ഡ്രോ ഒന്ന് ഓർക്കാവോ? എന്താ? അലമാരിയുടെ ലാസ്റ്റ് ഡ്രോ ഒന്ന് ഓർക്കാവോ? ഒരു ചെറിയ ബോട്ടിലുണ്ട്. എന്താ വിഷം. കടം കയറി വൃത്തിയില്ലാതായപ്പോ കുടുംബമായിട്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വാങ്ങിവെച്ച ഈ ഒരു ബന്ധം വന്നുകൊണ്ട് മാത്രമാണ് റോഹൻ നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്നത്. നീ പറഞ്ഞതിലും കാര്യമുണ്ട്. എല്ലാവർക്കും അവരവരുടെ ജീവിതം വലുതാണ്. നിനക്ക് ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറാം. പക്ഷെ നാളെ എന്ന് പറയുന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ഞാനും സുസുനന്റെ കുഞ്ഞും ജീവനോടെ ഉണ്ടാവില്ല. നീ തീരുമാനിച്ച് എന്നാ വേണ്ടെന്ന് വെച്ചാൽ ചെയ്തു. ഒരാളുടെ ജീവിതം നശിക്കുന്നുണ്ട്, ഒരു കുടുംബം രക്ഷപ്പെടാണ്. ഇതല്ലേ നല്ലത്? എന്നാ നമുക്കിനി ഇവരുടെ കൂടെ നിന്ന് ഈ തമാശ കണ്ട് രസിക്കാം. അപൂർവങ്ങളിൽ അപൂർവമായ കാഴ്ചയാണ്, മിസ് ചെയ്യാനേ പാടില്ല. സംഗതി സൈക്കോസിസിൽ നിന്ന് ന്യൂറോസിസിലേക്ക് കടന്നു. കാശ് കിട്ടിയിരുന്നെങ്കിൽ അലക്സ്, ഞാൻ നാളെ കാലത്ത് തന്നെ ഇവിടെ എത്തിക്കാം. ഇന്ന് എന്റെ പറ്റുമെന്ന് നോക്ക്. ഇന്നിപ്പോ ഇനി എവിടെ കിട്ടിയിരുന്നെങ്കിൽ നോക്കട്ടെ. ഓക്കെ. ഈ അവിഹിതം പുറത്തായത് നന്നായി. അതിന്റെ പേരിൽ പുള്ളി രണ്ടും കൂടി കൂട്ടി തരാന്ന് പറയുന്നത്. ഇത് ഒന്നുകൂടെ ഒന്ന് കൊടുത്താലേ. ഈ നേരത്തെ എങ്ങനെയാണ് നിനക്കിങ്ങനെ വിലവേശാൻ പറ്റുന്നത്? ഇന്ന് ആണുങ്കെട്ട പണി ചെയ്യുന്നതുകൊണ്ട് എനിക്ക് റോഹന്റെ മുഖത്തൊന്നും നോക്കാൻ കൂടി പറ്റാതെ. ഓ, അപ്പൊ നീ നല്ലവരും ഞാൻ വില്ലനുമായല്ലേ? ഈ നാണംകെട്ട പണി ചെയ്യുന്നതുകൊണ്ട് തന്നെയാ പരമാവധി കാശ് ഞാൻ വാങ്ങിച്ചെടുക്കാൻ നോക്കുന്നത്. നാണക്കേട് മാത്രമല്ല, ഈ കെട്ട് നടക്കുന്നതിന് വേണ്ടി ഒരു കൊലപാതകവും ഞാൻ ചെയ്തു. അതിന്റെ എല്ലാം ചേർത്ത് വാങ്ങിച്ചിട്ട് ഞാൻ മതിയാക്കൂ. മോനെ റോഹ, നിന്റെ മാനസികാവസ്ഥ അച്ഛനും മനസ്സിലാവുന്നുണ്ട്. അതെ, നിലനിൽപ്പിന് വേണ്ടി മാത്രം തൽക്കാലം ഒരു നാടൻ കളിക്കുന്നത് വിചാരിച്ചാൽ മതി. നമ്മുടെ സാമ്പത്തിക നില മെച്ചപ്പെടുമ്പോൾ എവക്ക് വട്ടാണെന്ന് പറഞ്ഞ് നമുക്കങ്ങ് ഒഴിവാക്കാം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഈ പെർഫോമൻസ് കണ്ടതുകൊണ്ട് വർക്കിച്ചിനെ നിഷേധിക്കാനും പറ്റത്തില്ല. അത് കഴിയുമ്പോൾ അച്ഛനാ പറയുന്നത്, നല്ല അടിപൊളി സൂപ്പർ പെണ്ണിനെ മോനി ഞാൻ ഒപ്പിച്ചു തരും. അതുവരെ ഒന്ന് കൂടെ നിന്നേ പറ്റൂ, പ്ലീസ്. എന്തിനാ ഒന്ന് ചേച്ചി.
പാട്ട് നിർത്തി എല്ലാത്തിനും ഞാൻ ശരിയാക്കും. പാട്ട് വിളിയാടോ. ഹായ് ലിൻഡ. ഹായ് ഡോക്ടർ അങ്കിൾ. കം ലെറ്റ്സ് ഡാൻസ്. കം 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 കം. ദൈവത്തെ ഓർത്ത് താഴെ എറിഞ്ഞു. ആൾക്കാർ ശ്രദ്ധിക്കുന്നു. ഓ, ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ടോ? അതാ നന്നായിട്ട് ഡാൻസ് കളിക്കാം. വർക്കിച്ചാ നോക്കി നിൽക്കാതെ എന്തെങ്കിലും ചെയ്യ്. ഞാൻ എന്ത് ചെയ്യാനാ ചായ? പാട്ട് നിർത്തണോ? പാട്ട് പ്ലേ ചെയ്യാ. മമ്മി പാട്ട് പ്ലേ ചെയ്യാൻ പറ. മതി മതി, വാ ഇറങ്ങ. കൈ വിടണ പട്ടി. ഓ, എണേ പറഞ്ഞപ്പോ നൊന്തല്ലേ? അല്ല, ഞാൻ കൊറേ നാളെ ചോദിക്കണം വിചാരിക്കാം. കിളി പോലത്തെ പയ്യന്മാരെ കിട്ടുമല്ലോ. പിന്നെ ഈ കണ്ടമൃഗത്തിനെ കണ്ടുള്ളൂ. പാട്ട് തുറക്കണോ? ഓ നാണക്കേട്. ഈ ഡാൻസ് നിർത്താൻ ഉദ്ദേശമില്ലെങ്കിൽ അവളോട് ആ തുണിയെങ്കിലും താഴ്ത്തിയിടാൻ പറ. അപ്പം പറഞ്ഞത് കേട്ടില്ലേ? തുണി താഴ്ത്തിയിടാൻ. ഓ പിന്നെ ഇതൊക്കെ അപ്പാപ്പൻ എത്ര കണ്ടിട്ടുള്ളതാ? ഈ അപ്പാപ്പൻ ഭയങ്കര വള്ളനാ. കൊച്ചിലി ഉണ്ടല്ലോ എന്നെ പാർട്ടി കൊണ്ടുപോയിട്ട് എന്തൊക്കെ അപ്പാപ്പിന് നാണം വരുന്നു. അപ്പാപ്പൻ വിഷമിക്കണ്ട. അപ്പാപ്പൻ എന്താ വേണമെന്ന് എനിക്കറിയാം. ഇത് സാധനമായിട്ടുണ്ട്. മോളെ തുണി നേരെ കൊറേ നേരായി മാറാ. എന്ത് വർക്കിച്ചാ, ഈ ചതി കുടുംബത്തോട് വേണ്ടിയിരുന്നില്ല. അത് നിങ്ങളോട് നേരത്തെ പറയണതായിരുന്നു. പക്ഷെ ഹാ, അമ്മച്ചി ഇവിടെ ഉണ്ടായിരുന്ന. അമ്മച്ചി പിന്നെ മൈഗ്രെയിൻ അറ്റാക്ക് വന്ന് കിടപ്പിലായതുകൊണ്ട് മരുവളുടെ നഗ്നതാ പ്രദർശനം കാണാണ്ട് വന്നില്ല. ഡോ വർക്കിച്ച, താൻ തന്റെ ആളുകളെ കൊണ്ട് ഇറങ്ങാൻ നോക്ക്. ഞങ്ങൾ ഈ ബന്ധം ഒഴിയാം. കയ്യിൽ വിടണമെന്നാണ് കേട്ടവനെ. എന്നെ മനസ്സിലായി കാണുമല്ലോ. ഞാൻ ഉമ്മൻകോശി, ഈ വീട്ടിലെ മരുവൻ, ഒരേ ഒരു മരുമോൻ. ഇത്ര നാറിയ കുടുംബത്തിൽ നിന്ന് പെണ്ണെടുക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല. ദറോയ്, നീ ആളിനെ എത്ര വാങ്ങിച്ചെന്ന് വെച്ചാൽ തിരിച്ചു കൊടുത്തേക്ക്. അയ്യോ ഉമ്മച്ച, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. അവൾക്ക് ചെറിയൊരു അസുഖമുള്ളൂ, അതിന്റെ. ഇത് ഡോക്ടർ ജോസ്, അദ്ദേഹം മെഡിക്കൽ കോളേജിലെ പ്രൊഫസറാ. പറയുന്നത് കെട്ട് കഴിഞ്ഞാൽ അല്ലാതെ ശരിയാവുന്ന. അത് ശരിയാ, കെട്ട് കഴിഞ്ഞാ ചിലപ്പോ അവളുടെ കാമഭ്രാന്ത് മാറും. പക്ഷെ ബാക്കിയുള്ള വട്ടി ഇതുപോലെ തന്നെ നിൽക്കും. അതേ വർക്കിച്ചാ, സമയം കളയണ്ട, തറങ്ങാൻ നോക്ക്. കൈവിട്ടോ വർക്കിച്ച. അലക്സ് എന്ത് ചെയ്യാൻ ഞങ്ങൾ ചെയ്തേ പറ്റൂ. ദയവ് ചെയ്ത് എന്റെ മോളുടെ ജീവിതം തകർക്കരുത്. അപ്പൊ നമ്മുടെ ചെറുക്കന്റെ ജീവിതം തകർന്നോട്ടേന്ന്. എവിടെ വർക്കിച്ച, കാശ് മാത്രം ഉണ്ടായാ പോരാ, ഒരല്പ അന്തസ്സും കൂടി വേണം. അതിനെ നല്ല തന്തയ്ക്ക് ജനിക്കണം. അയ്യോ അമ്മോ, മോനെ മോനെ എന്റെ മോനെ ഇവിടെ മോനെ മോനെ നിന്നെ കാണാൻ വന്നപ്പോ ഇവന്മാരെല്ലാം കൂടെ എന്നെ കൊല്ലാൻ നോക്കിയടാ. ഞാൻ ആരാന്നോ? ഞാൻ നിന്റെ അപ്പനാടാ. മേരിക്കുട്ടി ചേട്ടേ, മേരിക്കുട്ടി, മേരിക്കുട്ടി ഒളിച്ചു നിക്കല്ലേ. മേരിക്കുട്ടി ഒന്ന് മാറിയേ. മേരിക്കുട്ടി പറ പ്ലീസ്. എന്റെ നിന്റെ മോനാണ് അവനൊന്ന് പറ മേരിക്കുട്ടി. അവന്റെ അപ്പത്തിനാണ് ഞാനൊന്ന് പറ മേരിക്കുട്ടി. ഇത് നമ്മുടെ പഴയ സേവിറച്ചനല്ലയോ? യു ഗോട്ട് ഇറ്റ്? ഏത്? പണ്ട് മേടയിൽ വെച്ച് നമ്മൾ കൈയോട് പിടിച്ച സേവിയർ. ഇയാളും മേരിക്കുട്ടിയും തമ്മിൽ പല പല കുശുകുശുപ്പുകളും നടന്നതായി കേട്ടിട്ടുണ്ട്. തന്നോട് കൂടി ചോദിച്ചിട്ടല്ലോ ഞാൻ ഈ കുടുംബത്തിൽ പെണ്ണെടുത്ത്. അന്നും താനിത് പറഞ്ഞില്ലല്ലോ. അത് എടോ ഉമ്മച്ച, എല്ലായിടത്തെയും പോലെ എന്റെ വീട്ടിലും ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷെ എന്റെ കൂടെ വന്ന ഇവരൊക്കെ ഇല്ലേ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവരാ. പല തന്തയ്ക്ക് പറഞ്ഞവരത്തിനെ കേട്ടിട്ട് ഗതികേടൊന്നേ എന്റെ മോക്കില്ല. ഞങ്ങൾ ഈ ബന്ധം വിടാം. പോകാം. നിങ്ങൾ പോകരുത് പ്ലീസ്. എന്നാ വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാം. എനിക്കൊന്നും കേൾക്കണ്ട. എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പൈസ എന്ന് വൈകുന്നേരത്തിനുള്ളിൽ കിട്ടിയിരിക്കണം. ഇന്നത്തോടെ തീർന്നു ഞാനും നിങ്ങളും തമ്മിലുള്ള ബന്ധം. പിന്നെ ഞാനൊരു സത്യക്രിസ്ത്യനായോണ്ട് നിങ്ങളുടെ മോളെ ഞാൻ ഉപേക്ഷിക്കണില്ല. ഇനി ഒരു നിമിഷം കൂടി ഞാനിവിടെ നിന്നാ ചിലപ്പോ ഞാനും നാറും.
ലിസിയെ ഡേ അങ്കിൾ അങ്കിൾ ദാ ലിസി ആന്റി. ലിസിയെ ലിസിയെ ലിസിയെ